അല്ല, ഒരു 10-15 വർഷം മുമ്പ് മദ്യപാനം പുകവലിയൊക്കെ തെറ്റായിരുന്നു. ഈ ഒരു കാലഘട്ടം ഇപ്പൊ കഞ്ചാവ് MDMA പോലുള്ള സാധനങ്ങള് എടോ കഞ്ചാവ് പറയാതെ കഞ്ചാവ് ഇല്ലീഗൽ ആക്കിയിട്ട് വളരെ കുറച്ച് നാളായിട്ടുള്ളൂ. ഒരു 40 വർഷമായിട്ടുള്ളൂ. ഞാൻ ജനിച്ചപ്പോഴാണ് കഞ്ചാവ് ഇല്ലീഗൽ ആക്കിയത്. ഇല്ല, ഞാൻ ലീഗലായിട്ട് 4 വയസ്സ് വരെ അടിക്കാണ്. അല്ല, 10-25 കൊല്ലം കഴിഞ്ഞ് ഇതിനും മേളിൽ എന്തെങ്കിലും സാധനം വരുന്നുണ്ടല്ലോ. ഇതൊക്കെ ഭയങ്കര നോർമലൈസ് ആവില്ല. അത്രേ ഉള്ളൂ. ഇപ്പൊ MDMA എന്ന് പറഞ്ഞാൽ കാണിച്ചില്ലേ, ഇപ്പൊ കാണിക്കുന്ന ഈ ഡ്രഗ്സ് അതിനേക്കാളും സിവിയറും അതിനേക്കാൾ സ്ട്രോങ്ങും അതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പെത്തറ്റിനും മോർഫിനും ഈ ഫെനർഗാൻ ഇങ്ങനത്തെ സാധനമൊക്കെ കൂട്ടി അടിക്കുന്ന ടൈപ്പ് പരിപാടിയാണ്. ഇഞ്ചക്ഷൻ, ഈ സിറിഞ്ച് കുത്തി HIV ഒക്കെ പടർന്ന് അങ്ങനെ കുറെ പേർക്ക് അങ്ങനെ വരെ പ്രശ്നം ഉണ്ടായിട്ട് ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഈ പുതിയ ഡ്രഗ് വന്നപ്പോൾ മറ്റേതിനെ ഒഴിവാക്കിയതേ കാണുന്നത്. അല്ലാതെ മറ്റേതിപ്പോ ആൾക്കാർക്ക് താല്പര്യമില്ല. ഇത് മയക്കുമരുന്ന് പോലത്തെ അവസ്ഥ. മയങ്ങുക, കുത്തി കഴിഞ്ഞ് തൂങ്ങി എവിടെയൊക്കെ ഇരിക്കുക, സ്വപ്നം കണ്ടിരിക്കുക, ഇരിപ്പാ. പക്ഷെ ഇപ്പൊ വന്നേക്കുന്ന സാധനം അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ LSD ആണെങ്കിലും MDMA ആണെങ്കിലും ആ സൈസ് ട്രിപ്പൊന്നും അല്ല ഇവർക്ക് കിട്ടുന്നത്. അന്ന് അതേ ഉള്ളൂ. പിന്നെ കിറ്റാമിൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മെഡ്രാസ് ക്രിസ്ത്യൻ കോളേജ് എവിടെ നിർത്തില്ല, മെഡ്രാസിലെങ്ങാണ്ട് മറ്റേ റേറ്റ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ നടന്ന സാധനത്തിന് അത് ഭയങ്കരമായ ഹാലുസിനേഷനും മയങ്ങി കിടന്നതിന് സ്വപ്നം കണ്ടു കിടക്കും. ആ സമയത്ത് പെണ്ണിനെ 5 പേർ റേപ്പ് ചെയ്താൽ പോലും അവൾ അറിയത്തില്ല. എന്തോ സ്വപ്നം കണ്ട പോലെ കിടന്നു പോകും. അനസ്തേഷ്യ കൊടുത്തിട്ടേക്കുന്ന പോലത്തെ അവസ്ഥയെ സർജറി ചെയ്താൽ പോലും അറിയത്തില്ല. അപ്പോൾ അതിനൊരു ഡോസ് കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾ റിയാക്ട് ചെയ്യുകയും ചെയ്യും എന്ന് ഞങ്ങൾക്കൊന്നും ഓർമ്മയും കാണത്തില്ല. അതാണ് അന്ന് അവന്മാർ അബ്യൂസ് ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ബാംഗ്ലൂർ എങ്ങാണ്ടെങ്കിലും സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു കേട്ട് ഒരു പെങ്കൊച്ചിനെ ആരാണ്ടൊക്കെ കൂടെ കയറി ഇതുപോലെ ആണ്ടൊക്കെ കൊടുത്ത് മയക്കി കിടത്തിയിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ കൊച്ചു എന്ത് ചെയ്യുന്നു എനിക്കറിയത്തില്ല. പക്ഷെ എന്താണ് സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് എപ്പോൾ വേണമെങ്കിലും നടക്കാം. ഇത് ആർക്ക് വേണേൽ ചെയ്യാം. ഇത് തനിക്ക് കിട്ടുന്നുണ്ട്, താൻ അറിയാതെ വേണേൽ ഡ്രഗ് ചെയ്തിട്ട് പെണ്ണെ വേണേൽ എന്ത് വേണേൽ കാണിക്കാം, ആണിനെ കാണിക്കാം, ആരെ വേണേൽ കാണിക്കാം. മനസ്സിലാകുന്നുണ്ട്. അത് വേറെ അത് ഇൻസിഡന്റ് വേറെ. അതുപോലത്തെ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്.